ഗായ്സ്, അപ്പോൾ ഫൈനലി നമ്മൾ വർഷങ്ങൾക്ക് ശേഷം ഇന്ന് സിനിമ കണ്ടിരിക്കുന്നു. കുറച്ച് ലേറ്റായെങ്കിലും നല്ലൊരു സിനിമ എൻജോയ് ചെയ്യാൻ പറ്റി. തിയേറ്ററിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിലും അതിൻ്റെ ആ ഒരു ജേണി ഒക്കെ അങ്ങോട്ട് നല്ല സ്മൂത്ത് ജേണി ആയിരുന്നു. ശരിക്കും പറഞ്ഞ സിനിമ എന്ന് പറയുന്നത് നമ്മുടെ സിനിമയിലെ രണ്ട് മെയിൻ ക്യാരക്ടേഴ്സിൻ്റെ ലൈഫ് ജേണിയാണ്, ഫ്രം ബിഗിനിങ് ടിൽ ദി എൻഡ്. അതിൽ അവരുടെ എന്താ പറയുക, കുറേ കുസൃതികളും അതുപോലെ തന്നെ അവരുടെ ഫ്രണ്ട്ഷിപ്പ്, അതിലവർ വഴക്ക് പിടിക്കുന്നത്, പിന്നെ ഇണങ്ങുന്നത്, പിന്നെയും പിരിയുന്നത്, പിന്നെ അവരുടെ രണ്ടുപേരുടെയും ഒരുമിച്ചുള്ള കുറേ സാധനങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കുറേ ടോട്ടാലിറ്റിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഫീൽ ഗുഡ് മൂവി. അതിൽ കുറേ കോമഡി ഉണ്ട്, അതിൽ കുറേ എന്താ പറയുക, ഇണക്കവും പിണക്കവും ഫ്രണ്ട്ഷിപ്പും കുറച്ച് മാസും എല്ലാം ഉണ്ട്. ഫൈറ്റൊന്നും ഇല്ലെന്നേ ഉള്ളൂ, എന്നാലും ബാക്കിയെല്ലാം ഏകദേശം നമ്മളൊരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് മൂവിക്കകത്തുള്ള എല്ലാ ഒരു എന്താ പറയുക എക്സ്പെക്റ്റേഷൻസും അതിൻ്റെ അകത്തുണ്ട്. സിനിമ നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ എടുത്ത് പറയുമ്പോൾ ധ്യാൻ ശ്രീനിവാസൻ എന്തായാലും ആക്ടിങ് ലെവൽ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള ഈ ചെറിയ ബേസിക് കുഞ്ഞു സെറ്റുള്ള തീംസ് ഉള്ള പടങ്ങളൊക്കെ ചെയ്ത് പുള്ളിയുടെ കഴിവ് ഓൾറെഡി തെളിയിച്ചിരിക്കുന്നു. പക്ഷേ കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മുടെ ഈ എന്താ പറയുക, സോഷ്യൽ മീഡിയാസിലൊക്കെ പ്രണവ് മോഹൻലാലിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ ഇങ്ങനെ നെഗറ്റീവായിട്ടൊക്കെ പറയുന്നുണ്ട്. അച്ഛൻ്റെ ആ ഒരു കഴിവ് കിട്ടിയിട്ടില്ലെന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ശരിയാണ്, നമ്മുടെ ലാലേട്ടൻ എന്ന് പറയുന്നത് അതൊരു പ്രസ്ഥാനമാണ്. അതുപോലെ ചിലപ്പം ആവാൻ പറ്റൂല, പക്ഷെ പ്രണവിനെ നമ്മൾ പ്രണവായിട്ട് കാണണം. അപ്പോൾ നമ്മൾ അങ്ങനെ കാണുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും പ്രണവ് എന്ന ഒരു ആർട്ടിസ്റ്റ് സിനിമയിൽ കയറി വന്നപ്പോൾ എങ്ങനെയായിരുന്നു, അത് കഴിഞ്ഞ് പ്രണവിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് ഇൻ എവറി മൂവീസ്. ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നല്ലപോലെ മെച്ചപ്പെടുത്താൻ ഈ സിനിമയ്ക്കകത്ത് കഴിഞ്ഞു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിനീത് ശ്രീനിവാസിൻ്റെ ഒരു പ്രത്യേക കഴിവാണ്. ആർട്ടിസ്റ്റിൻ്റെ ഉള്ളിലുള്ള ആ ഒരു എന്താ പറയുക, ശരിക്കുള്ള ആക്ടറിനെ ഇങ്ങനെ വലിച്ചിങ്ങ് എടുത്ത് സ്ക്രീനിൽ കൊണ്ട് പ്രസൻറ്റ് ചെയ്യും. അപ്പം നമ്മൾ ഇഷ്ടപ്പെടാതിരിക്കില്ല. അതുപോലെ പ്രണവ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്, നല്ല അടിപൊളി രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ കല്യാണി പ്രിയദർശൻ പറയേണ്ട ആവശ്യമില്ല. അതുപോലെ നമ്മൾ അജു വർഗീസ് പൊളിച്ചിരിക്കുന്നു. പിന്നെ ബസിൽ ജോസഫ് സ്ക്രീനിൽ വരുന്നുണ്ട്. ബസിൽ ജോസഫ് സ്ക്രീനിൽ വരുമ്പോഴത്തേക്ക് മൂവി കുറച്ചുകൂടെ ഒന്ന് ലെവൽ മാറും. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ചെറിയൊരു നീരജ് മാധവൻ്റെ ഇൻട്രോ, ഒരു കുറച്ച് സീന്, അത് വരുമ്പോഴത്തേക്ക് നമുക്ക് സിനിമ രസമുണ്ട് കാണാൻ. പിന്നെയാണ് സിനിമയ്ക്കകത്തെ ശരിക്കുള്ള ക്യാരക്ടർ വരുന്നത്. അത് മറ്റാരുമല്ല, നമ്മുടെ നിവിൻ പോളി. എൻ്റെ അമ്മോ, നിവിൻ പോളി സ്ക്രീനിൽ വന്ന് കഴിയുമ്പോൾ തൊട്ട് സിനിമയുടെ ആ ഒരു ലെവലില്ലേ, ശരിക്കും പറഞ്ഞാൽ അങ്ങ് ഭയങ്കര സ്കെയിൽ അങ്ങ് കൂടുവാണ്. അതുപോലെ കോമഡി ലെവലും അങ്ങ് അന്യായ ലെവലിൽ കോമഡി ആവും സ്ക്രീനിൽ. പിന്നെ നിവിൻ്റെ കുറേ എന്താ പറയുന്ന, ഈ നിവിൻ്റേതായ ഉള്ള കുറച്ച് എക്സ്പ്രഷൻസും ഡയലോഗ് പറയുന്നതിൻ്റെ രീതിയും അതൊക്കെ ഉണ്ട്. അത് കറക്റ്റായിട്ട് സ്ക്രീനിൽ കാണാൻ പറ്റി. ഇടയ്ക്ക് ഞാൻ ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ ഇതുപോലെ നമ്മുടെ വിനീത് ശ്രീനിവാസൻ പറയുന്നത് കേട്ടായിരുന്നു. നമ്മുടെ നിവിൻ പോളിയുടെ കയ്യിൽ കുറച്ച് സൂത്രങ്ങളുണ്ട്, അത് അവനെ കൊണ്ട് മാത്രമേ പ്രസൻറ്റ് ചെയ്യാനും പറ്റത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അതുപോലെ കുറേ സൂത്രങ്ങൾ ഈ സിനിമയ്ക്കകത്ത് കാണാൻ പറ്റി. പ്രത്യേകിച്ച് ഒരു ആങ്കർ സീനുണ്ട്, എൻ്റെ പൊന്നോ, നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലുള്ള ഒരു പ്രസൻറ്റേഷനായിരുന്നു. അടിപൊളി സീനായിരുന്നു ഇത്. നമുക്ക് ശരിക്കും വേണമെങ്കിൽ നമ്മുടെ നിവിൻ പോളിയുടെ ഒരു കംബാക്ക് എന്ന് വേണമെങ്കിലും പറയാം. അതുപോലെ അഡാർ കംബാക്കാണ്. പിന്നെ എടുത്തു പറയത്തക്ക വേറെ എന്താ ഉള്ളത്, വേറെ അതിൻ്റെ പാട്ടുകളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. സിനിമയ്ക്കകത്ത് അങ്ങനെ വലിയ ലാഗൊന്നും ഫീൽ ചെയ്തില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബേസിക്കലി ആ രണ്ട് ക്യാരക്ടേഴ്സിനെ ആ ജേർണി ഫ്രം സ്റ്റാർട്ട് ടു എൻഡ് നമ്മൾ അവരുടെ കൂടെ അങ്ങ് സഞ്ചരിച്ച് പോകുന്ന പോലുള്ള ഒരു ഫീലായിരുന്നു. സോ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ നല്ലോണം ഇഷ്ടപ്പെട്ടു. നല്ല ബ്യൂട്ടിഫുൾ മൂവിയായിരുന്നു. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മ്യൂസിക് മിസ്റ്റർ അമൃത് രാമനാഥൻജിയുടെ എഡിറ്റിംഗ് ബൈ രഞ്ജൻ അബ്രഹാം, സിനിമാറ്റോഗ്രാഫി ബൈ വിശ്വജിത്ത് ഒടുക്കത്തിൽ. അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ വർക്ക് നല്ല അടിപൊളിയായിരുന്നു. ഭയങ്കര സിമ്പിൾ വേയിൽ നിങ്ങൾ അവരുടെ ലൈഫ് ജേർണി നിങ്ങൾ പ്രസൻറ്റ് ചെയ്തു. ഇതിൻ്റെ ഇടയ്ക്ക്
വേറെ കുറച്ച് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നമ്മുടെ യൂട്യൂബേഴ്സിൽ നമ്മുടെ കുറച്ച് റിവ്യൂവേഴ്സും കുറച്ച് ട്രോൾസും ഒക്കെ ഇറക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ ചെറിയ 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 ക്യാരക്ടേഴ്സ് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതൊക്കെ അവരെക്കുറിച്ചൊക്കെ ശരിക്കും നമ്മുടെ ഷസാം അവരെയൊക്കെ കാണിച്ചത് നല്ല നല്ല രസമുണ്ടായിരുന്നു. ഒരു എൻ്റർടൈനിങ് ഫാക്ട് ഒരു സീനായിരുന്നു അതിടയ്ക്ക് വന്നത്. പിന്നെ എന്താ പറയുക, പിന്നെന്താ ഗൈസ്, സിനിമ നല്ല 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 അടിപൊളി ഒരു സിനിമ. കാണാത്തവർ ശീഘ്രം പോയി തിയേറ്ററിൽ തന്നെ കണ്ട് എൻജോയ് ചെയ്യുക. നല്ല ബ്യൂട്ടിഫുൾ മൂവി, മിസ് ചെയ്യരുത്. വേറെ ഒന്നും പറയാനില്ല. പിന്നെ എടുത്തു പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രണവ് മോഹൻലാൽ ഇതിനകത്തൊരു മാസം മുണ്ടുമടക്കൽ സീൻ ട്രൈ ചെയ്തു. എൻ്റെ പേഴ്സണൽ ഒരു ഇതാണ് ബ്രോ. ആദ്യം ശരിയാണ്, നമ്മൾ ലാലേട്ടനെ പോലെ ചെയ്യാൻ പറ്റൂല, എന്നാലും ആദ്യം ബ്രോ കുറച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് കുറച്ച് നല്ലപോലെ ചെയ്യണം. മുണ്ട് കൊടുത്തത് തിരിഞ്ഞായിപ്പോയി, ആ കൈ മടക്കി കുത്തുന്നതിൻ്റെ ഒക്കെ ഒരു സ്റ്റൈലുണ്ട്. നമ്മുടെ മലയാളികളുടെ മാത്രം ഒരു സ്റ്റൈലാണ് അത്. ഇച്ചിരി പശകായെന്നൊരു സംശയം. സോ അടുത്ത സിനിമയിൽ അത് ശരിയാക്കണമെന്നൊരു ചെറിയൊരു അഡ്വൈസ്. നെഗറ്റീവായിട്ട് എടുക്കരുത് പ്ലീസ്. വേറെ എന്താണ് ഗൈസ്, ബാക്കി വേറെ ഒന്നും പറയാനില്ല. നല്ലൊരു വൈബുള്ള സിനിമ, എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. അപ്പം അടുത്ത നെക്സ്റ്റ് റിവ്യൂ വരെ സൈനിങ് ഓഫ് ടുഡേ.